ടോയ്ലറ്റിൽ പോയിട്ട് കഴിവണം വല്ല. നീ ഒന്ന് കഴിവി തരുമോ? നിനക്ക് എന്ത് പ്രശ്നം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ നിനക്കൊക്കെ എന്തിന്റെ പ്രശ്നം എന്താ നീ ആവശ്യമില്ലാതെ കുണക്കുന്നത്? നിനക്ക് വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ വാലിഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇട്. നിനക്ക് ഇതിന് വേണ്ടി മാത്രം വേണ്ടി ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നീ അവന്റെ വലിയ ഗുണം അവന്റെ. ഹലോ ഹലോ, ഞാൻ പാബിലോ 14. ആ ബ്രോ, ഞങ്ങളെല്ലാം പുറത്തുണ്ടായിരുന്നേ, കുടുംബ വീട് കാണാൻ വേണ്ടി വന്നതാ. പുറത്തുണ്ടോ? ആ പുറത്തുണ്ട്. ഓക്കെ ഓക്കെ, ഞാൻ വരാം, ഇപ്പം വരാം. നിന്റെ അടുത്ത് കൊണ അടിച്ച മാത്രമേ യവന്മാരടുത്ത് പാളത്തൂർ എന്നർത്ഥിനെ കണ്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ബുദ്ധിയില്ലേ പപ്പു നിനക്ക്? അത് 14K അല്ലടാ വന്നിരിക്കണത്. അവന്മാരടുത്ത് ചോറ് എടുക്കാൻ ഇങ്ങോട്ട് വന്ന് അതിന് 14 അതാരാ നിക്കണത്? NRC 14K അവന്മാർക്ക് അറിയായിരിക്കുമല്ലോ. അമ്മർക്ക് അറിയായിരിക്കും. ഇവിടെ അവന്മാര് ഇറങ്ങി വരുമ്പോ ചൊറിഞ്ഞമാരെ പേര് നിനക്കറിയാം. രാമന്മാരെ പിടിച്ചു നിർത്തിയിട്ട് നിനക്ക് ചോദിക്കാം, നിനക്ക് വല്ല ചൊറയാട്ടെ ഇപ്പൊ ചൊറയിടാന്ന് പറയാം. അവൻ ചൊറയാണെങ്കിൽ അവന്റെ തല അടിച്ച് കറക്കുമെന്ന് പറയാം. ഇനി ഒരു വട്ടോട് ചൊറ നിന്റെ തല ഉണ്ടേറും ഒരു വാർണിംഗ് കൊടുക്കുക. എന്നിട്ട് ഒരു വട്ടോട് ചൊറിയുമ്പോഴത്തേക്ക് സോറി അവൻ ഒരു മൈൻഡ് ആയിട്ട് നിൽക്കുന്നത്. വേറെ ഒരു ചെറിയ ഇഷ്യൂ ആയി മറ്റേ 14K ആയിട്ട്. അയ്യോ എനർജി ആയിട്ട് സോറി. ഇല്ല, അകത്ത് വെച്ച് പ്രശ്നം ഉണ്ടാവില്ല. അകത്തൊന്നും പ്രശ്നം ഉണ്ടാവത്തില്ല. അകത്ത് വെച്ച് പ്രശ്നം ആവത്തില്ല. നമ്മള് വീട് കാണാൻ വന്നതായിരുന്നു. നമ്മൾ ഈ വണ്ടി എടുക്കണേ. അനാ ഇവരെ വണ്ടി എടുക്കാൻ ഓടിച്ച് നോക്കാലോ. അവരെ വണ്ടി കയറി അകത്തോട്ട് പോവാന്നാണ്. അവരെ വണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കാനൊന്ന്. അകത്തോട്ട് പോയ ആണോ? പിന്നെ ഇവന്മാരെടുത്ത് പോയി ചോരുന്നത്. ഞാൻ ഇമ്മർത്തുണ്ടോന്ന് ഇവൻ പപ്പ വിളിച്ച കഥ പറഞ്ഞിട്ടിരിക്കുന്ന പപ്പ അനാവശ്യ കമന്ററി അടിക്കല്ലേ? ഒരിക്കലും ഇല്ല. ഹലോ ബ്രോ, കാണുന്നുണ്ടോ? ഇല്ല, ബാക്കിയില്ല. കുറച്ചേരം കാണാം. പുറത്ത് വെച്ച് കണ്ടവരെയൊക്കെ കാണാം. ഒരു മിനിറ്റ് റീലോഡ് ചെയ്ത് നോക്കട്ടെ. ആ മറ്റേ അപ്പാപ്പൻ വന്നിട്ടില്ലല്ലേ? ഇനിയില്ലല്ലേ? കുറച്ച് കാര്യങ്ങളായിട്ട് ചൈന വരെ ഒന്ന് പോകേണ്ടി വന്നു. ആ പ്രതിഷ്ഠയെ പറ്റി പറഞ്ഞായിരുന്നോ? നിങ്ങളുടെ ഡ്രാഗന്റെ തീ തീർന്നായിരുന്നോ? ഉണ്ടല്ലേ കൂട്ടത്തില് എല്ലാരും വന്നിട്ടുണ്ട്. എല്ലാരും വാ. നാർക്കോസ് പൊക്കത്തുണ്ട്. നമുക്ക് അമ്പലം കണ്ടു തുടങ്ങിയാലോ ആദ്യം? അല്ല അകത്തേറെ വീട് കാണാം. അമ്പലം നമുക്ക് വെളിയിൽ നിന്ന് കാണാമല്ലോ. വീട് കണ്ടിട്ട് വരാം. താമസിപ്പിക്കണ്ട. ടെമ്പിൾ കണ്ടല്ലോ. ടെമ്പിൾ നമ്മൾ എന്തായാലും വീട് കണ്ടിട്ട് നേരെ ടെമ്പിളിലോട്ട് വരാം. അല്ല ഇതാണ് ഇവിടെ സ്പെഷ്യൽ ഡ്രാഗൺ കേട്ടോ. എന്റെ കൂടെ ഒരാള് വാ. ഓ ഇല്ലോ അല്ലല്ല ഇറങ്ങിയിട്ട് പുറത്തോട്ടൊന്ന്
മനസ്സിലായി വെളിയിൽ രണ്ട് എല്ലാണോ ഗ്യാമസിൽ പോയ കാണാൻ. എടാ വാടാ വാടാ എടാ വില്ലു മൈൽസ് ആരെങ്കിലും ഒക്കെ വന്ന് പപ്പടം ബാ 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 ഇവിടെ ഇവിടെ പുറത്തെത്ര പേരുണ്ട് ഇപ്പൊ? നമ്മള് വണ്ടി അമ്മ വണ്ടി എപ്പോഴും അതെങ്കിലും കുടുംബ വീട്ടിൽ തന്നെയല്ലേ? അമ്പു അമ്പു ഞാൻ പറയാം വണ്ടിയുടെ കൂടെ ഉണ്ട്. പപ്പു 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 ചുമ്മാരി ചുമ്മാരി ഇതാണ് ഇതേത്? ഹലോ ഇത് ഇതാരാണ്? നിങ്ങൾ ഫോർട്ടിങ് ആണോ? ഇതൊരു ചുമയൊക്കെ കൊറോണ തോന്നുന്നു അവന്. മുതുക്കല് കുടുക്കാട്ടോണ്ട് നടക്കണവൻ നീയല്ലേ? ഇവൻ തന്നെ മറ്റേ ചുമ്മാരി ചുമ്മാരി എടാ വിട് 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 ടോയ്ലറ്റിൽ പോയിട്ട് കഴിവണമല്ലോ. എടാ വിട് 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 ഞാൻ കഴിവില്ല, നീ ഒന്ന് കഴിവി തരുമോ? ചോറി 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 നിനക്ക് എന്ത് പ്രശ്നം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ നിനക്കൊക്കെ എന്തിന്റെ പ്രശ്നം ലൗഡ് സ്പീക്കർ എന്താ നീ കൊണച്ച ആവശ്യമില്ലാതെ കൊണക്കുന്നത്? നിനക്ക് വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ വാലിഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഇട്. നിനക്ക് ഇതിന് വേണ്ടി മാത്രം വേണ്ടിക്കൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നീ നീ അവന്റെ വലിയ ഗുണം അവന്റെ മൂക്കി കയറ്റുമോ നീ? നീ മൂക്കി കയറ്റി സിറ്റുവേഷൻ എടുക്കാൻ അറിയത്തില്ലെന്ന് പറയാ. ഇതിന്റെ അകത്തൊന്നും ഉണ്ടാക്കണമെന്നാല് അയ്യേ തീട്ട ചിന്താഗതി ബ്രോ. ആ സൗണ്ട് മൈക്ക് വിഴുങ്ങിയ സ്പീക്കർ വിഴുങ്ങിയവന്റെ അടുത്ത് സ്പീക്കർ ഓഫ് ചെയ്യാൻ പറയണേ. അയ്യേ സ്പീക്കർ വിഴുങ്ങിട്ടിരിക്കുന്ന അയ്യേ അവരെ വീടല്ലടാ വാ വാ ഇറങ്ങി വരാൻ പറഞ്ഞ ഇങ്ങോട്ട് ആഴ്ച അവനെയൊക്കെ തല കറക്കും. എടാ മറ്റേ ആംപ്ലിഫയറൊക്കെ വെച്ചോണ്ടിരിക്കണ്ടാ. അവന്റെ ശബ്ദം കേൾക്കുന്നില്ല, അവന്റെ മുഴക്കം മാത്രമേ ഉള്ളൂ. ഹലോ ഹലോ ബ്രോ സോറി കേട്ടോ, വെളിയിൽ വെച്ച് ഇത് ഭയങ്കര സിറ്റുവേഷൻ ആയിരുന്നു. ഏകദേശം ഇവിടെ എത്തിയപ്പോഴാണ് ഉമ്മാരുണ്ടെന്ന് അറിഞ്ഞത്. നമ്മളെ പിന്നെ രണ്ടാമത് വീഡിയോ കാണാൻ വരാം. നമ്മളൊന്ന് പുറത്തോട്ട് വരുമ്പോ ഇവിടെ നിന്ന് അടിയാവും. നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും. നമ്മൾ രണ്ടാമത് വരാം, അതാ നല്ലത്. നിങ്ങൾ അത് മാത്രമല്ല പറ്റുവാണെങ്കിലേ ഒരു ആംപ്ലിഫയർ വിഴിഞ്ഞകത്തുണ്ട്. അവന്റെ വായി മാഗ്നറ്റ് എടുത്ത് മാറ്റണം വലുത്. ആ ഓ ഞാൻ എവിടെ 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 അന്നെവിടെ ഇറങ്ങണ പിങ്ങട്ടെ എവിടെ എവിടെ നട്ടല്ലാത്തൊരു പയ്യനെ എടുത്തോണ്ട് നടക്കുന്നുണ്ട്. കാണാൻ താല്പര്യമുള്ളൊരു കുടുക്കള്ളൻ. ഇപ്പൊ ക്ഷീണമായോണ്ട് തുരുമ്പിച്ചിരിക്കണ അവിടെ. അപ്പം പുള്ളി പറഞ്ഞ പുള്ളി ട്രെയിനിൽ പോകുന്നില്ലെന്നാണല്ലോ പറഞ്ഞിരുന്നേ. ട്രെയിനിങ് ആണോ? ആംപ്ലിഫയർ വിഴിഞ്ഞ വായി ആദ്യം സ്പീക്കർ എടുത്ത് മാറ്റണേ. എല്ലാ വീട്ടിലും ഈ പ്രതിഷ്ഠ ഉണ്ടല്ലോ നമ്മുടെ. എടാ ആ ആംപ്ലിഫയർ വിഴിഞ്ഞേ. എടാ 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 ഞാനൊരു നമ്മുടെ മെമ്പേഴ്സിനെ എല്ലാവരും കൂടി ഒരുമിച്ചാക്കാൻ ഡോർമെട്രി വലിയൊരു സെറ്റപ്പ്. എല്ലാരും ഒരുമിച്ച് നമ്മളെ മെമ്പേഴ്സ് ഇവിടെ ഒരാൾ ഉറങ്ങുമ്പോ മേലോട്ട് പോകാൻ പാടായിരിക്കത്തില്ലേ? കുഴപ്പമില്ല, എല്ലാരും അഡ്ജസ്റ്റ് ചെയ്താൽ കിടന്നോളും. ഓ നമ്മള് പാടാണത്. നമ്മളൊരിക്കൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം സാധനം, പക്ഷെ കിടക്കാൻ പറ്റാത്തോണ്ട് വേണ്ടെന്ന് വെച്ചു.
നിങ്ങൾക്ക് പക്ഷെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ, ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി. പിന്നെ ചെയ്യാനുണ്ട് ആക്ച്വലി, ഇത് കുറച്ച് സാധനങ്ങൾ വന്നിട്ടില്ല എംബിയുടെ പ്രശ്നേ. എടേ ഞാൻ ഒരു കാര്യം പറയാം, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം സ്പീക്കർ വിഴിഞ്ഞ കൊല്ലണം. അവനെ കൊന്നിട്ട് ബാക്കി നോർമലായിട്ട് സംസാരിക്കേ. പിന്നെ ഒരു ചൈനീസ് ട്രഡീഷണൽ ഇവിടെ മറ്റേ എല്ലാരും ഒരുമിച്ചിരിക്കാൻ മനസ്സിലായി. നിങ്ങൾ രുചിയൊക്കെ കഴിക്കണേണോ? അവിടെ സിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ചിലവര് അങ്ങാട്ട് തിരിഞ്ഞിരിക്കും, അതാണ് ഒരു കൺഫ്യൂഷൻ. അതുകൊണ്ട് നമുക്ക് ഈ ഭാഗത്ത് മാത്രമേ ഇരുന്ന് ഫുഡ് കഴിക്കാൻ. ഇപ്പൊ ഞങ്ങള് ഇവിടെ രുചിയൊക്കെ കഴിക്കണ, എനിക്ക് ഭയങ്കര ആഗ്രഹം രുചി കഴിക്കണമെന്ന് കേട്ടോ. ഒരു ദിവസം വന്നാൽ ഇറങ്ങുന്ന വാക്കിലിട്ടടിക്കാം. ചൈനീസ് ടീം ആണല്ലോ ഇവിടെ. അല്ല ഇവരെ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ എല്ലാരും മറ്റേ ചൈനീസ് മീശ വെച്ച സെറ്റ് ആയിരിക്കും കേട്ടോ. അപ്പാപ്പൻ ചെറിയ കില്ലാടിയാണ്, ഇങ്ങനത്തെ വൈബിലാണ്. അന്ന് TV കിട്ടിയില്ലെങ്കിൽ പിന്നെ അല്ല എന്റെ അഭിപ്രായത്തില് ഈ പെങ്കൊച്ചില്ലായിരുന്നെങ്കിൽ നടുക്ക് ഒരൊറ്റ സ്ഥാനത്ത് താങ്ങി നിർത്തായിരുന്നു ക്ലാസ് ഫുള്ള്. ചന്ദ്രടാ ആ പെങ്കൊച്ചില്ലായിരുന്നെങ്കിൽ നടുക്ക് ഒറ്റ സ്ഥാനത്തിന്റെ ബലത്തിൽ നിന്നേനെ ക്ലാസ്. പക്ഷെ ഒരു പൂർത്തി കിട്ടൂലെന്നണ്ണാ. അണ്ണാ ആ പെണ്ണില്ലായിരുന്നെങ്കിലേ ഒറ്റ താങ്ങി നിർത്താനെന്ന് പറഞ്ഞത്, അപ്പൊ ഒരു പൂർത്തി കിട്ടൂലെന്ന്. അതെ. പിന്നെ ഇവിടെ ഒരു ചെറിയ മ്യൂസിക് റൂം ഉണ്ട്. അത് നീയാണോ? ഞാൻ ഈ വെള്ള വണ്ടി കൂടെ കൊച്ചു വണ്ടി വരുന്ന ഇറങ്ങി വരുന്ന ഞാനാണ്. ഇത് അപ്പാപ്പനെ കിട്ടിയ ഇതൊക്കെയാണ്. ഒരു പ്രാവശ്യം കിട്ടേണ്ടതായിരുന്നു, പക്ഷെ വഴുതി പോയി. എണ്ണിട്ട് പാടി കാണും. അതാണ് ആ ഒരു സംഗതി. എണ്ണിട്ട് പാടിയ വഴുതും. ഗ്യാങ് ഹൗസിനുള്ളിൽ ആരും ഫൈറ്റ് എടുക്കാണ്ടിരുന്നാ മതി, പുറത്തോട്ട് പോയിക്കോ കേട്ടാ. ഇല്ല ഗ്യാങ് ഹൗസ് ഏരിയയിൽ ആരും എടുക്കത്തില്ല. അത് അവന്മാർക്ക് ബുദ്ധിയില്ലെങ്കിൽ നമുക്ക് അതിനുള്ള ബുദ്ധിയുണ്ട്, പേടിക്കണ്ട. എടാ 100 മീറ്റർ ഗ്യാങ് ഹൗസിന് ഒരു സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ ഈ ഗ്യാങ് ഹൗസിൽ ആണെങ്കിലും ഹൈവേ പോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാവേ. ഇല്ലെങ്കിൽ അവന്മാരെ പിടിച്ചു കെട്ടാൻ പറ്റില്ല. അമ്പലമുണ്ട്, നമ്മുടെ അമ്പലമുണ്ട്. അല്ല വെളിയിലേക്ക് തന്നെ വണ്ടി ബ്ലോക്ക് ആക്കല്ലേ, മാറ്റിക്കൊടു. വണ്ടി മാറ്റിക്കൊടു. ഇവിടെ എല്ലാ വണ്ടി എടുത്തിട്ടുണ്ടോ? ഒരു വണ്ടി ഒരാളെ കയറ്റിക്കൊണ്ടിരിക്കുവന്നേ. ആ ഗ്യാങ് വണ്ടി കണ്ടായിരുന്നു. ഇവര് കാണാൻ ഇതാണ് ബായിലാങ്ങല്ലേ. പക്ഷെ കൊള്ളാം കേട്ടോ, വണ്ടി കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മ നോർമൽ വണ്ടി ആയിട്ട് നല്ല വീതി ഉണ്ട് കേട്ടോ. ഇത് ഇച്ചിരി പ്രശ്നമുണ്ട്. ആ ഇടിവണ്ടി ഉണ്ട് വാങ്ങുന്ന പേര് അവന്മാരെ എടുത്തോണ്ട് പോയത്. ഇതിന്റെ പേര് ലോങ് എന്നോ? ഇത് ബായിലാണ്. ഇടിവണ്ടി കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള വണ്ടിയെ കാട്ടി വലുതാണല്ലേ ഇവിടത്തെ? ഇതാണ് നമ്മുടെ ഇടിവണ്ടി. ഇടിവണ്ടി നല്ല വലുത് തന്നെയല്ലേ? അതൊരു ബാക്കിലോട്ട് ഇറങ്ങുമ്പോ നീ കുത്തനതായിട്ട് ഇറങ്ങൂല, കുറച്ചധികം ദൂരം നടന്നുകൊണ്ട്. നോക്ക് അതെ നമ്മളെ തന്നെ നോക്ക്, ഇവിടെ വരെ കറക്റ്റാ. നമുക്ക് ടെമ്പിൾ വേണം, ടെമ്പിൾ വേണം. അയ്യോ ടെമ്പിളും കൂടെ ഒന്ന് കണ്ടിട്ട് പോകണം. ടെമ്പിളും കൂടെ കാണാൻ അപ്പോഴേ വണ്ടി വരും. നമുക്ക് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകാം.
ചെരുപ്പ് ഞാൻ ഓടിക്കാം. അടിക്കാണ്ട ഇവിടെ ഇട്ടാ അടിക്കുക ഇമാരെ കോണ എനിക്ക് സഹിക്കാൻ ഗ്യാങ് ഏരിയ വിട്, ഗ്യാങ്ങോസ് ഏരിയ വിട്, ഗ്യാങ്ങോസ് ഏരിയ വിട്, ഗ്യാങ്ങോസ് ഏരിയ വിട്. അത് വേണ്ട, പറഞ്ഞിട്ട് കാര്യമില്ല. എടാ വേണ്ട, നീയൊക്കെ പുറത്തോട്ട് പോ. ഉമ്മര് വരും പുറത്തോട്ട് പോടാ. അങ്ങോട്ട് നോക്ക്, ഗേറ്റിന് വെളിയിലോട്ട് നോക്ക്. ഓക്കെ ഞങ്ങൾ ഒരു ദിവസം കൂടി എന്തായാലും വരാം. എടാ ഒരു ലാസ്റ്റ് പപ്പു ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളെ വണ്ടിയും കൊണ്ട് മെയിൻ ഹൈവേയിലോട്ട് പോ. ഹൈവേയിൽ ഒരു വണ്ടി വന്ന് നമ്മളൊന്ന് പിക്ക് ചെയ്തേ. നമ്മളെ വണ്ടിയിൽ ഹൈവേ കയറി. മൈക്ക് വിഴുങ്ങിയവനെ കൊല്ലാൻ ഒരു രക്ഷയില്ല. അതല്ലേ പറഞ്ഞത്, നീയൊക്കെ ഹൈവേ പോടാ ആദ്യം സംസാരിച്ചോണ്ടിരിക്കാതെ. ഒരു വണ്ടിക്ക് വന്നേ ഇല്ല കുഴപ്പമില്ല. വെളിയിൽ സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങൾ വരാതിരിക്കുന്നതല്ലേ.